സോഫ്റ്റ് സ്കിൽസിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2 സോഫ്റ്റ് സ്കിൽസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ വർക്ക് പ്ലേസ് ഏതൊക്കെയാണ്? വർക്ക് പ്ലേസിൽ നമുക്ക് വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണ്? 2 ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുകയും എംപതിയുമാണ് വേണ്ടത്. ആക്റ്റീവ് ലിസണിങ് എംപതിയും. പിന്നെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഈ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസിന് വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ ഏതാണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് പിന്നെ വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് വേണ്ടുന്നത്. പിന്നെ എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റിന് വേണ്ടുന്ന ലൈഫ് സ്കിൽ എന്താണ്? ടൈം മാനേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യണം, അല്ലേ? വലിച്ചു വാരി എല്ലാം കൂടെ ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് എന്താണ് വേണ്ടുന്നത്? പ്രയോറിറ്റൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ് വേണ്ടുന്നത്. ബിസിനസ് മീറ്റിങ്ങിലുള്ള കീ എറ്റിക്വറ്റ് എന്താണ്? പങ്ക്ച്വൽ ആകുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനുള്ളൊരു ടെക്നിക്ക് പറയുക. സ്റ്റോറി ടെൽസ്, അതായത് സ്റ്റോറീസ് പറഞ്ഞ് നമ്മൾ നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിനെ നമുക്ക് പിടിച്ചിരുത്താൻ വേണ്ടി പറ്റും. ഇനി വിഷ്വൽ എയ്ഡ്സ് എങ്ങനെയാണ് പ്രസൻറ്റേഷനെ എൻഹാൻസ് ചെയ്യുന്നത്? കോംപ്ലക്സ് ഇൻഫർമേഷനെ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആക്കി മാറ്റുന്നു. ഓഡിയൻസിന് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും പറ്റുന്നു. ഇനി 2 റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ്? പ്രൊഫഷണൽ ഇമെയിൽസിന് പറ്റുന്ന ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കൺസൈസ്നെസ്സും, അതായത് വളരെ ഷോർട്ടും ആയിരിക്കണം. ഇനി ഗ്രൂപ്പ് ഡിസ്കഷനിൽ വേണ്ടുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? ആക്റ്റീവ് ലിസ്ണിങ്ങും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കും, അതായത് ഫീഡ്ബാക്ക് ഏതാണെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുകയും വേണം. ഇനി വർക്ക് പ്ലേസിൽ അഡാപ്റ്റബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നൊരു സ്കിൽ എന്താണ്? റെസീലിയൻസ് എന്നാണ്. RESILIENCE. പിന്നെ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ ഒരു ഫേം ഹാൻഡ് ഷേക്ക് എന്തിനെയാണ് കാണിക്കുന്നത്? കോൺഫിഡൻസിനെയും അതുപോലെ തന്നെ പ്രൊഫഷണലിസത്തിനെയാണ് അത് കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ജോബ് ഓറിയൻറ്റഡ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് വേണം, വർക്ക്ഷോപ്പ് എല്ലാം അറ്റൻഡ് ചെയ്യണം, ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ ചെയ്യുക. പിന്നെന്താണ്? പ്രൊഫഷണൽസുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുക, അവരുടെ കയ്യിൽ നിന്ന് മെൻറ്റർഷിപ്പ് റിസീവ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക എല്ലാ ട്രെൻഡ്സിലും. പിന്നെ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, അതായത് ഇൻറ്റേൺഷിപ്പിലൂടെ അല്ലെങ്കിൽ പ്രോജക്റ്റിലൂടെ നമ്മൾ ജോലി ചെയ്ത് അത് എക്സ്പീരിയൻസ് കറക്റ്റ് ആക്കുക, അതായത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? റെഗുലർലി പ്രാക്ടീസ് ചെയ്യുക, പ്രൊഫഷണൽ കണ്ടൻറ്റ് വായിക്കുക, ഫീഡ്ബാക്ക് നമ്മൾ സീക്ക് ചെയ്യുക. പിന്നെന്താണ്? ലോജിക്കലി കണ്ടൻറ്റിനെ എല്ലാം സ്ട്രക്ചറൈസ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ഗ്രാമർ യൂസ് ചെയ്യുക, ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. പിന്നെന്താണ്? ബിസിനസ് റൈറ്റിംഗ് കോഴ്സസിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുക, പ്രൊഫഷണൽ ടോണൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ഡെലിഗേഷൻ ഒരു ലീഡർഷിപ്പിൽ ക്രൂഷ്യലായിട്ട് നിൽക്കുന്നത്? അപ്പം ടാസ്കിനെ എഫക്റ്റീവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, എംപ്ലോയീസിനെ അത് എംപവർ ചെയ്യും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ടീം വർക്കിനെയും ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പിന്നെ എഫക്റ്റീവായിട്ടുള്ള ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനും എംപ്ലോയീസിന് ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ കണ്ടന്റിനെ നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് കണ്ടന്റിനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ക്ലാരിറ്റിക്കും ലോജിക്കാലിറ്റിക്കും വേണ്ടിയാണ് നമ്മൾ കണ്ടന്റിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഓഡിയൻസിന് കീ പോയിന്റ്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. വെൽ സ്ട്രക്ചേർഡ് പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനും കൺഫ്യൂഷനെയൊക്കെ മിനിമൈസ് ചെയ്യും. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ക്രെഡിബിലിറ്റിയും അത് ഇൻക്രീസ് ചെയ്യും. അപ്പം മെസ്സേജിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി സോഫ്റ്റ് സ്കിൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർപേഴ്സണൽ എബിലിറ്റീസ് ആണ്, അതായത് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പിനെ നമുക്ക് അഡാപ്റ്റീവായിട്ട് നിൽക്കാനും നമ്മുടെ ആ വർക്ക് പ്ലേസിലുള്ള റിലേഷൻഷിപ്പിനൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ അത് സഹായിക്കുന്നു. ഹാർഡ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂഷനും ടെക്നിക്കൽ എക്സ്പെർട്ടീസിനുമാണ് അത് ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രാക്ടിക്കൽ നോളജിനാണ് അത് ഇമ്പോർട്ടൻറ്റ്. രണ്ടും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കരിയറിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുകയുള്ളൂ. ഇനി ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. പ്രോബ്ലം സോൾവിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യുക പ്രോബ്ലം, എന്നിട്ട് നമ്മൾ ചലഞ്ചസിനെ റിസോൾവ് ചെയ്യുക. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന് അനാലിസിസ് വേണം, ക്രിയേറ്റിവിറ്റി വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ഡിസിഷൻ മേക്കിങ്ങിന് എന്താണ്? ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സ്യൂട്ടബിൾ ചോയ്സിൽ നിന്ന് ഒരു ഗിവൺ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്.
ഒരുപാട് സൊല്യൂഷൻസ് ഒരുപാട് പേര് കാണാം, അവർ ഓഫർ ചെയ്യും. അതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ്, അതെന്താണ് ഒരാളുടെ ഡിസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ഫാസ്റ്റർ ആയിരിക്കും, പക്ഷേ അത് ഒരാളുടെ വ്യൂ പോയിന്റ് മാത്രമേ നമുക്ക് കിട്ടൂ. ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷനും ഇന്നോവേഷനും എൻകറേജ് ചെയ്യുന്നു, പക്ഷേ കുറച്ചും കൂടി ലോങ്ങർ ടൈം അതിന് വേണ്ടി വരും ഡിസ്കഷന്. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ EI എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഇമോഷൻസ് ഇൻ വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ്, എംപതി, സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ റെഗുലേഷൻ, ഇതൊക്കെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിനകത്ത് വരുന്നത്. ഹൈ EI ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് വർക്ക് പ്ലേസിലെ ചലഞ്ചസിനെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഇതൊക്കെ എന്താണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ക്ലാരിറ്റി കൊണ്ടുവരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റുന്നു, ആക്റ്റീവ് ലിസ്ണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, മ്യൂച്വൽ റെസ്പെക്റ്റ് കൊണ്ടുവരുന്നു, ഓപ്പൺ ഡിസ്കഷൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, എംപ്ലോയീസിന് അവരുടെ കൺസേൺസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു. കാരണം എന്താ? എൻഡോർഫിൻസ് റിലീസ് ആവുന്നു, മൂഡ് ഇമ്പ്രൂവ് ചെയ്യുന്നു, എനർജി ലെവൽ ബൂസ്റ്റപ്പ് ആവുന്നു. റെഗുലർ എക്സസൈസ് നമുക്ക് കോൺസെൻട്രേഷനും ആൻസൈറ്റിയൊക്കെ കുറയ്ക്കും, കോൺസെൻട്രേഷൻ കൂട്ടും, ഓവറോൾ ഹെൽത്തിൻ്റെ വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. യോഗ, വാക്കിംഗ്, സ്പോർട്സ് ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? എൻഗേജ്ഡ് ആവാൻ വേണ്ടി. അതൊക്കെയാണ് നല്ലതെന്ന് പറയുന്നു വർക്ക് പ്ലേസിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി. ഇനി ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻസിനെയും അറ്റൻഷനെയും സിൻസിയറിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നു. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ, ഐ കോൺടാക്ട്, ജസ്റ്റേഴ്സ്, പോസ്ചർ. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടി ക്രെഡിബിലിറ്റി കൊണ്ടുവരുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിനെ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇനി എങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യുന്നതിലൂടെയുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? ലിസ്ണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഫോക്കസ് എൻഗേജ്മെൻറ്റും കിട്ടും, മൾട്ടി ടാസ്കിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, ആക്റ്റീവ് ലിസ്ണിംഗ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെന്താണ്? മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇത് ഫോസ്റ്റർ ചെയ്യും. പിന്നെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഓർഗനൈസേഷണൽ കൾച്ചറിനെ ഷേപ്പ് ചെയ്യുന്നൊരെണ്ണമാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് എംപ്ലോയീസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതും അവർ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ. എന്നാൽ മാത്രമേ ട്രസ്റ്റും കൊളാബറേഷനും ഒരു പോസിറ്റീവായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റും നമുക്ക് കിട്ടൂ. ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എൻഹാൻസ് ചെയ്യുന്നത് എംപ്ലോയി എൻഗേജ്മെൻറ്റും ഒക്കെയാണ്. കമ്പനിയുടെ ഗോൾസുമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് നിൽക്കുക, ഇന്നോവേഷൻസ് ഒക്കെ എൻകറേജ് ചെയ്യുക. ഇപ്പം പുവർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സിന് വഴിയൊരുക്കും, പ്രൊഡക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അറ്റ്മോസ്ഫിയർ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഇനി ലീഡേഴ്സ് എങ്ങനെയാണ് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? കൊളാബറേഷൻ വഴി എൻകറേജ് ചെയ്യുന്നു, ക്ലിയർ ഗോൾസും എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുകയും വേണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താണ്? ലീഡേഴ്സ് ടീം വർക്കിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുക, ഓവറോൾ പ്രൊഡക്ടിവിറ്റി ചെയ്ത് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? ബൈ പ്രാക്ടീസിങ് ആക്റ്റീവ് ലിസ്ണിംഗ്, അപ്രോപ്രിയേറ്റ് ഐ കോൺടാക്റ്റ്, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കണം, ടോൺ കറക്റ്റ് ആയിരിക്കണം, ജസ്റ്റേഴ്സ് പോസിറ്റീവായിട്ടുള്ളത് വേണം, ബാക്കിയുള്ളവർ ഒബ്സർവ് ചെയ്ത് നമ്മൾ പഠിക്കണം, ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കണം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കണം. കൾച്ചറൽ അവയർനെസ് എന്ന് വെച്ചാൽ എന്താണ്? കൾച്ചറൽ അവയർനെസ് എന്ന് വെച്ചാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ജസ്റ്റേഴ്സ്, എക്സ്പ്രഷൻസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഇത് കൊണ്ടുവരണം. പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം, മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ മാറ്റണം, കൺഫ്യൂഷൻസ് ഒന്നും കാണരുത്. ഓരോരുത്തരുടെയും കൾച്ചറെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് എൻഹാൻസ് ചെയ്യുന്നത്? ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുന്നു. അതായത് മെസ്സേജസ് സ്പീക്ക് ചെയ്യുമ്പോഴും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്നു നമുക്ക് എഫക്റ്റീവായിട്ട്. പോസിറ്റീവ് ജസ്റ്റേഴ്സ്, ഐ കോൺടാക്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് പ്ലേസിൽ. പിന്നെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത്? എസെൻഷ്യൽ ടാസ്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, അൺനെസസറി പ്രഷർ നമുക്ക് വേണ്ട. പിന്നെന്താണ്? ഈ ടൈം അലോക്കേഷൻ എളുപ്പമായിരിക്കും, അപ്പോൾ ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ബാലൻസ് ചെയ്യാൻ പറ്റും വർക്ക് ലോഡിനെ. അപ്പോൾ ടാസ്കിനെ നമ്മൾ മാനേജബിൾ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആൻസൈറ്റി കുറയുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ഇനി അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അഡാപ്റ്റബിലിറ്റി ഒരു പ്രൊഫഷണൽ സ്കില്ലാണ് വർക്ക് പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും മാർക്കറ്റ് ഷിഫ്റ്റും ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റീവ് ആയിരിക്കണം. അതായത് പുതിയ കാര്യങ്ങൾ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കണം, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ എൻവയോൺമെൻറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ പ്രൊഫഷണൽസ് ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റബിൾ ആയിരിക്കണം.
നല്ല ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട്. പിന്നെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ആക്റ്റീവ് ലിസ്ണിങ്ങിനെയും ബോഡി ലാംഗ്വേജിനെയും മീനിങ്ഫുൾ കോൺവെർസേഷനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. സോഷ്യൽ ഗ്രൂപ്പ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വകയുണ്ട്. കോൺഫിഡൻസിനെ അത് ബൂസ്റ്റ് ചെയ്യും. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സിനെ സ്ട്രോങ്ങർ ആക്കും. ഈ സോഫ്റ്റ് സ്കിൽസ് എങ്ങനെയാണ് ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നു, ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കും. പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ലൈഫ് സ്കിൽസ് എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് എന്ന് ചോദിക്കുക. എസ്ഐ ക്വസ്റ്റ്യൻ ആണിത്. ഡെയിലി ചലഞ്ചസിനെ മാറ്റുന്നു, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, പേഴ്സണൽ ഗ്രോത്തിന് വഴിയുണ്ടാക്കുന്നു, ടൈം മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇമോഷണൽ ഇൻ്റലിജൻസിനെ കൂട്ടുന്നു, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും ഇൻഡിവിജ്വൽസിന് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നു എഫക്റ്റീവായിട്ട്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ടൈം മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളത് ആളുകളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും പോസിറ്റീവ് ഇൻട്രാക്ഷൻസിന് എൻഹാൻസ് ചെയ്യുന്നു. ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇൻഡിവിജ്വൽസിന് എന്താണ് കുറച്ചും കൂടി ഡിറ്റർമിനേഷൻ കൊടുക്കുന്നു, ധൈര്യം കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. സോഫ്റ്റ് സ്കിൽസിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കാം പ്രൊഫഷണൽ ലാൻഡ്സ്കേപ്പിൽ. അതായത് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, ടീം വർക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ട്, ടെക്നിക്കൽ സ്കിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എംപ്ലോയീസിന് കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു, ലീഡർഷിപ്പ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ ഇത് കിട്ടുവാണ്. പിന്നെന്താണ് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഇന്നൊവേഷൻ, അതുപോലെ തന്നെ സ്ട്രോങ് റിലേഷൻഷിപ്പിന് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു, നല്ല രീതിയിലുള്ള ക്ലയൻറ്റ് ഇൻട്രാക്ഷൻസ് പറ്റുന്നുണ്ട്, ബിസിനസ് സക്സസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു വർക്ക് പ്ലേസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് എസ്ഐ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് പ്രൊഫഷണൽ സ്കിൽസ് ഓൺ കരിയർ സക്സസ് ആണ്. പ്രൊഫഷണൽ സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ കരിയർ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നു, ടാസ്കിനെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ടും പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. ഹാർഡ് സ്കിൽസും ഉണ്ടായിരിക്കണം, അതായത് ടെക്നിക്കൽ എക്സ്പെർട്ടീസും വേണം, സോഫ്റ്റ് സ്കിൽസും വേണം, കമ്മ്യൂണിക്കേഷനും ടീം വർക്കും വേണം. അപ്പോൾ എംപ്ലോയേഴ്സ് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ സ്കില്ലിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം, എന്നാലേ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ലീഡർഷിപ്പ് സ്കിൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റും അഡാപ്റ്റബിലിറ്റിയും വേണം. അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് വേണം, സ്കിൽസ് വേണം. പിന്നെന്താണ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യുന്നു, നമ്മുടെ ജോബ് പെർഫോമൻസിനെ ബാധിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും നമുക്ക് അത്യാവശ്യമാണ്. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ് മാർക്കറ്റിൽ ട്രെയിനിങ് പ്രോഗ്രാംസിന് പോവുക, മെൻറ്റർഷിപ്പ് നേടുക, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഇതൊക്കെ നമ്മുടെ എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും പ്രൊഫഷണൽ സ്കിൽസാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് പ്രൊഫഷണൽ സക്സസ്സിന് വഴിയൊരുക്കുന്നത്. അപ്പം കൊളാബറേഷനും ടീം വർക്കിനും ലീഡർഷിപ്പിനും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് അത്യാവശ്യമാണ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ടാസ്ക് കറക്റ്റായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മിസ്റ്റേക്കുകൾ കുറവാക്കാനും എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസിന് അവരുടെ ഐഡിയാസ് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനും ഇത് പ്രോബ്ലം സോൾവിങ്ങിനെ ഇന്നൊവേഷനെയൊക്കെ കൂട്ടുന്നു. പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻറ്റ് കൂടുന്നു, ടീം വർക്ക് ഉണ്ടാകുന്നു, കൊളീഗ്സിൻ്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാകുന്നു, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം മാറ്റുന്നു, ടെൻഷനൊന്നും കാണത്തില്ല എംപ്ലോയീസിന്, സ്ട്രോങ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനെ കൂട്ടാൻ സാധിക്കുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ബിസിനസ് സക്സസ്ഫുൾ ആകുന്നു. അപ്പോൾ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, മോട്ടിവേഷൻ വേണം, നെറ്റ്വർക്കിങ്ങും റിലേഷൻ ബിൽഡിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എംപതി, അഡാപ്റ്റബിലിറ്റി, ആക്റ്റീവ് ലിസ്ണിംഗ് നമുക്ക് വേണം വർക്ക് പ്ലേസിൽ. പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രശ്നങ്ങളുണ്ടാക്കും, എഫിഷ്യൻസിയെ കുറയ്ക്കും, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മിസ്ഡ് ആകും. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ആൻസേഴ്സാണ് ഞാൻ പറഞ്ഞത്.